ഒരമ്മ തൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടില്ലേ, കാലിനോട് ചേർത്ത് പിടിച്ച്. ഇത് വലിയൊരു ആനക്കൂട്ടായിരുന്നു. മറ്റ് ആനകളൊക്കെ പോയതിനു ശേഷം ഈ 2 ആനകൾ മാത്രം ബാക്കിയായി. അതിനുള്ള കാരണം ഇത് കുറച്ച് കുസൃതിക്കാരനായ കുട്ടിയാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ വിശേഷം, നമ്മളൊരു ആനയുടെ മുമ്പിൽ പെട്ടാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം. അപ്പോൾ എൻ്റെ മുത്തുമണികളെ അസ്സലാമലൈക്കും. വിശാലമായിട്ട് പരന്ന് നടക്കുന്ന കാട്ടിലൂടെയുള്ളൊരു യാത്ര കേട്ടോ, മറ്റൊന്നുമല്ല. നമ്മൾ ആനൻ്റെ മുമ്പിൽ പെടുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ എന്താ ചെയ്യുക, ആകെ പേടിച്ച് വിറയ്ക്കും അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു ആനൻ്റെ 100 മീറ്റർ അകലത്തിൽ മാത്രമേ നിൽക്കാൻ തന്നെ പാടുള്ളൂ. അതായത് അവിടെ മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ദൂരെ നിന്ന് കാണുക, അതാണ് വേണ്ടി. പിന്നെ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള, ആനയുടെ ചെവികളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ആനകളുടെ ചെവി അനക്കം നിന്നാൽ യാതൊരു കാരണവശാലും അവിടെ നിൽക്കാനേ പാടില്ല. അത് മറ്റൊന്നുമല്ല, ആനയുടെ നമ്മളെ സ്മെല്ലെടുത്തതിന് ശേഷം ഏത് നിമിഷവും നമ്മൾ ആക്രമിക്കപ്പെടുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആന മുകളിലേക്ക് തുമ്പിക്കൈ ഉയർത്തി 2 ഭാഗം വീക്ഷിക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാൽ ആ പ്രദേശത്ത് നിൽക്കാൻ പാടില്ല. പിന്നെ ആനകളെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, ഒന്നുമല്ല. ആനകൾ സാധാരണയായിട്ട് കൂട്ടം കൂടിയാണ് നടക്കൽ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒറ്റയാന ആക്രമിച്ചു, ഒറ്റയാന ഓടിച്ചു എന്നൊക്കെ. അത് എന്തുകൊണ്ടാണ്, എങ്ങനെ സംഭവിക്കും? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആനകൾ ഒരു 15-20ഓളം കൂട്ടങ്ങളായിട്ടാണ് സഞ്ചരിക്കാറ്. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് പ്രായപൂർത്തിയായ ആനകൾ സാധാരണ പുറത്താക്കപ്പെടും. അതാണ് ശരിക്കും കൊമ്പൻ, അതായത് ഒറ്റ കൊമ്പൻ, അതായത് ഒറ്റയാന എന്നൊക്കെ പറയാറില്ലേ, അതാണ്. അത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചതിന് ശേഷം മറ്റൊരു കൂട്ടത്തെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കയറി പറ്റുന്നതിന് മുമ്പ് ഇവനാകെ എന്താ പറയുക, അക്രമ സ്വഭാവം കാണിക്കുക. അങ്ങനത്തെ ആനകളുടെ മുമ്പിലൊന്നും നമ്മൾ ഒരിക്കലും അടുത്ത് പോയി ഭക്ഷണം കൊടുക്കാനോ സെൽഫി എടുക്കാനോ അങ്ങനത്തെ യാതൊരു കാരണവശാലും അതിൻ്റെ അടുത്തേക്കല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ 100 മീറ്റർ അകലത്ത് നിന്ന് മാത്രമേ ആനയെ നമ്മൾ കാണാൻ തന്നെ പാടുള്ളൂ. കാരണം ആനകൾ ശരിക്കും നിങ്ങളെ വിരട്ടി ഓടിച്ചു എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ, അത് കേൾക്കാറില്ല എന്നല്ല, ശരിക്കും ആനയുടെ അടുത്തേക്ക് പോയാൽ ആനയുടെ സ്വഭാവം. അതുപോലെ തന്നെ ആനയുടെ പിന്നെ നിങ്ങൾ ഓടിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒന്നുമല്ല, നേരെ ഒരിക്കലും ഓടാൻ പാടില്ല. കാരണം നമ്മൾ നേരെ ഓടിക്കഴിഞ്ഞാൽ ആന നമ്മളെ പിന്നെ പുറകുന്ന് ഓടിച്ചിട്ട്, കാരണം 40 കിലോമീറ്റർ സ്പീഡിൽ വരെ ആനയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാ, നമ്മൾ ആന ഓടിച്ചു കഴിഞ്ഞാൽ വളഞ്ഞ് തിരിഞ്ഞ് ഓടുക. കാരണം ചളിപ്രദേശങ്ങളിലൂടെ ആനകൾക്ക് ഓടാൻ പറ്റും. അത് പിന്നെ മറ്റൊരു കാര്യം, ഈ കയറ്റവും ഇറക്കമുള്ള ഭാഗങ്ങളിലാണ്, ഇറക്കമുള്ള ഭാഗം നിങ്ങൾ ഓടാൻ ശ്രമിക്കുക. അപ്പോൾ കാരണം ഇറക്കമുള്ള ഭാഗം ആനകൾക്ക് പിന്നെ പെട്ടെന്ന് ഓടിയെത്താൻ നിരങ്ങിയാണ് ചെയ്യുക. അപ്പം കയറ്റുള്ള ഭാഗം അനായാസ ആനകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആനകളെ യാതൊരു കാരണവശാലും പ്രകോപനം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ആന നമ്മളെ സഹായിക്കുന്നതോടുകൂടി നമ്മൾ പലപ്പോഴും നമുക്ക് ഉപദ്രവം ഉണ്ടാകാറില്ലേ. ആനകൾ കൊണ്ട് ഒരുപാട് സഹായങ്ങളും നമുക്ക് കിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കരുത്. കാരണം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല അപകടങ്ങളും നമ്മൾ എടുത്തു ചാടിയാണ് ഉണ്ടാവാറ് അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, എൻ്റെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് പിന്നെ ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ കാടിൻ്റെ നടുവിലെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും സംഭവിച്ചേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ജീവിതത്തിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടി ഒരു ആനനെ മുമ്പിൽ കണ്ടാൽ ധൈര്യം സംഭരിക്കുക, തിരിഞ്ഞു ഓടാൻ ശ്രമിക്കരുത്. പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കണ്ടില്ല, ഈ ആനയൊക്കെ കുറച്ച് അപകടകാരിയാണ്. കാരണം അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിട്ട് നിന്ന്, കാരണം ആനയുടെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം ഏത് നിമിഷവും ആരെയും ആക്രമിക്കാനുള്ള രീതിയിലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളതാണ്, നമ്മൾ ഒരിക്കലും ഒരു ആനയെ പ്രകോപിക്കാൻ പാടില്ല. പ്രകോപനങ്ങളുടെ ഭാഗമായിട്ടാണ് ശരിക്കും എപ്പോഴും നമ്മൾ ആന ആക്രമിക്കുന്നത്. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് പാലിക്കുക. അതുപോലെ തന്നെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ യാതൊരു കാരണവശാലും നമ്മൾ ശ്രമിക്കരുത്. കാരണം അത് അക്രമ സ്വഭാവം ഇല്ലെങ്കിൽ പോലും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ബൈ ബൈ.